പിടിച്ചു കെട്ടാനോ ഇവിടെ സഖാക്കളെ ഇവിടെ ഇരിക്കുന്ന കസേരയിലേക്ക് സഖാക്കൾ ദൈവവേദി കയറിയിരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. അധ്യക്ഷനായിട്ട് പ്രസിഡന്റ് സഖാവ് ശ്രീധരൻ. പ്രിയപ്പെട്ട സഖാക്കളെ, ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാനമാകമാനം ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സമരസംഗമം എന്ന പരിപാടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുകയാണ്. എല്ലാ കാലഘട്ടത്തിലും ഡിവൈഎഫ്ഐ ആഗസ്റ്റ് 15 ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഒരു ഏക ഹൈന്ദവ രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം കാലങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും അതിന്റെ ഏറ്റവും പരിപൂർണമായ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്കറിയാം, 1947 ആഗസ്റ്റ് 15 ബ്രിട്ടനോട് കഴിഞ്ഞ നൂറ്റാണ്ടുകളുടെ സമര പോരാട്ടത്തിന്റെ ഭാഗമായി നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തുവെങ്കിൽ ഇന്ന് ഈ 78 വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSSനെതിരെ വീണ്ടും ഒരു രണ്ടാമത് സ്വാതന്ത്ര്യ സമരം സംഘടിപ്പിക്കേണ്ട കാലഘട്ടമാണ് എന്നതും നമ്മുടെ സഖാക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഏറ്റവും അഭിമാനത്തോട് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ അവകാശമാണെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ വോട്ട്, ആ വോട്ടിൽ പോലും കള്ളവോട്ട് ചേർത്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ വോട്ട് ചേർത്തുകൊണ്ട് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ കള്ളവോട്ട് ചേർത്തുകൊണ്ട് ഭരണം പിടിക്കുന്ന സാഹചര്യവും ഇപ്പം ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ ആഗസ്റ്റ് 15 സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലും വലിയ വാർത്തകളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിനെതിരെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയാവുന്നതും ശക്തമായി നിലപാട് കൊണ്ട് നിലനിൽക്കാൻ കഴിയുന്നതും നമ്മൾ DVF എന്ന സംഘടനയ്ക്കും നമ്മുടെ പുരോഗമന പ്രസ്ഥാനത്തിനുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സമരം എല്ലാ തരത്തിലും അതിന് ഈ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയും ഉള്ളതാണെന്ന് ഓർമ്മിച്ചുകൊണ്ടും ഒരു കാര്യങ്ങളും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാത്രമല്ല, ഇന്ന് ഗാസയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കൂടി ഉള്ളതാണ് നമ്മുടെ സമരസംഘം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിന് സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി സ്വാഗത സംഘം ചെയർമാൻ ജോൺ കെ ബേബിയെ ക്ഷണിച്ചുകൊള്ളു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഖാക്കളെ, സുഹൃത്തുക്കൾ, നമ്മുടെ അധ്യക്ഷൻ വഹിക്കുന്ന സിജിത്ത് കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. നമുക്കറിയാം, 2014 ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP 2 കോടി തൊഴിൽ ദിനങ്ങൾ യുവാക്കൾക്ക് തരുമെന്ന മോഹന വാഗ്ദാനവുമായി അധികാരത്തിലേറിയവരാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവായ ഇന്ത്യൻ റെയിൽവേയിൽ പോലും 10 ലക്ഷം തൊഴിൽ ദിനങ്ങളാണ്, അല്ലെ തൊഴിലവസരങ്ങളാണ് നിലവിലുള്ളത്. എന്നാൽ അതൊന്നും നികത്തുന്നതിനോ യുവജനങ്ങൾക്ക് ഒരു ജോലി കൊടുക്കുന്നതിനോ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. പകരം കരാർ അടിസ്ഥാനത്തിൽ റെയിൽവേയിലും അതേപോലെ തന്നെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും കരാർ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന വളരെ ഖേദകരമായ എന്ന് വേണ്ട നമുക്കറിയാം, നമ്മുടെ സൈന്യത്തിൽ പോലും അഗ്നിവീർ എന്ന് പേര് പറഞ്ഞുകൊണ്ട് കരാറടിസ്ഥാനത്തിൽ തൊഴിലാളികളെ തെരഞ്ഞെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യുവാക്കൾക്ക് അല്ലെ യുവതികൾക്ക് ഒരു തൊഴിൽ പോലുമില്ലാത്ത സാഹചര്യമാണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും മതനിരപേക്ഷതയും ഒഴിവാക്കി വർഗീയ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റാണ് നമ്മുടെ മുന്നിലുള്ളത്.
എന്തിനേറെ പറയുന്നു, നമ്മുടെ രാജ്യസഭാ ചെയർമാൻ പോലും നമ്മുടെ ജുഡീഷ്യറിയെയും അതേപോലെ തന്നെ ഭരണഘടനയെയും ഇല്ലായ്മയുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടാണ് നമുക്കറിയാം നമ്മുടെ യുവജനങ്ങളാകെ തന്നെ സ്വാതന്ത്ര്യദിനത്തിൽ, നമുക്കറിയാം 79 സ്വാതന്ത്ര്യദിനം കൊണ്ടാടുന്ന ഈ അവസരത്തിലാണ് നമ്മുടെ യുവജനങ്ങളാകെ തന്നെ ഇത്തരം 2 മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിലെമ്പാടും ഇത്തരം സദസ്സുകൾ രൂപീകരിച്ചിട്ടുള്ളത്, അല്ലെ സദസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ ഉദ്ഘാടകൻ വളരെ വിശദമായി സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് സിജിത്താണ്. സിജിത്തിനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ മുൻ ജില്ലാ സെക്രട്ടറി, ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ സഖാവ് കെ രാജേഷാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്കറിയാം ബൈ ഇലക്ഷനിലടക്കം നമ്മളോടൊപ്പം ഈ നാട്ടിൽ വീട് വീടാന്തരം കയറി ഇറങ്ങിയ സഖാവാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനിവിടെ സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായി നമ്മുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ സഖാവ് സജേഷ് തങ്കപ്പനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഈ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അടുത്തത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗവും അതേപോലെ തന്നെ മഹിളാ അസോസിയേഷൻ നേതാവും ഒക്കെയായ പാർവതി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പാർവതിക്ക് ഈ യോഗത്തിൻ്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, അതേപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, മറ്റ് സഹപ്രവർത്തകരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാം ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. നമ്മുടെ സമരസംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും CPM കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ സഖാവ് കെ രാജേഷിനെ ക്ഷണിച്ചു. ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ള വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ള സഖാവ് സതീഷ് വർക്കി, സഖാവ് സജേഷ്, ഡിവൈഎഫ്ഐയുടെ ഈ പരിപാടിയുടെ സംഘാടക സമിതിയുടെ ഭാരവാഹിയായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് ജോൺ ബേബി, ഈ പരിപാടിയിൽ സന്നിഹിതരായിരിക്കുന്ന അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ ആമുഖമായി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിശദീകരിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഏറ്റവും പ്രസക്തമായ സ്വാതന്ത്ര്യ ദിനാചരണം സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ആണ്. ഡിവൈഎഫ്ഐ അല്ലാതെ മറ്റൊരു യുവജന പ്രസ്ഥാനവും ബഹുജന പ്രസ്ഥാനവും ഇത്രയും അർത്ഥപൂർണമായ ഒരു സംഘാടനം സംഘടിപ്പിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, 2 ലളിതമായ, സുന്ദരമായ, എന്നാൽ അർത്ഥഗർഭമായ 2 മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഡിവൈഎഫ്ഐ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. മുദ്രാവാക്യത്തിന്റെ നീളമല്ല, അതിന്റെ അർത്ഥമാണ് പ്രധാനം. ഇന്ത്യ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഡിവൈഎഫ്ഐ പറയുന്നു, ഞങ്ങൾക്ക് വേണം തൊഴിൽ. ഞങ്ങൾക്ക് തൊഴിൽ വേണമെന്ന് പറഞ്ഞാൽ തൊഴിലും വേണം, വിദ്യാഭ്യാസവും വേണം. ഈ രാജ്യത്തിന്റെ 2 നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സമര പോരാട്ടത്തിന്റെ ഫലമായി നേടിയെടുക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിന്റെ 79ാമത് വാർഷിക ദിനത്തിൽ ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് മതനിരപേക്ഷ ഇന്ത്യയെ നിലനിർത്തണം. ഈ മനോഹരമായ അർത്ഥസമ്പുഷ്ടമായ 2 മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ഡിവൈഎഫ്ഐ വരിക. ചില മുദ്രാവാക്യങ്ങൾ അങ്ങനെയാണ്. ആ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച മനുഷ്യർ നാടു നീങ്ങിയാലും ആ മുദ്രാവാക്യം നിലനിൽക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള മനോഹരമായ മുദ്രാവാക്യമാണ് ഗാന്ധി പറഞ്ഞത്. ഗാന്ധി പറഞ്ഞു, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. മഹാത്മാഗാന്ധി പറഞ്ഞ ഏറ്റവും സുന്ദരമായ വാക്യങ്ങൾ അത്രമാത്രമായിരുന്നു. അതിലും മീതെ ഒരു വാക്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇന്നിപ്പോ ഗാന്ധിയുടെ അനുയായികൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശവും?
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം കോമാളിത്തരം നിറഞ്ഞതായിരിക്കും അത്. ഇവിടെ ഡിവൈഎഫ്ഐ സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി ഈ രാജ്യത്തെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലവകാശത്തിന് വേണ്ടി മുദ്രാവാക്യം ഉയർത്തി 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യ ദിനാചരണ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള സമര സംഗമം, യുവജന സംഗമം സംഘടിപ്പിക്കുക. കാരണം സമരത്തിലൂടെ നേടിയെടുത്ത രാജ്യമാണ്, സ്വാതന്ത്ര്യം നേടിയെടുത്ത രാജ്യമാണ് ഈ രാജ്യം. ആ രാജ്യത്തെ തൊഴിൽ നിഷേധിക്കപ്പെടുന്നത് ഭരണകൂട നയങ്ങൾ മൂലമാണ്. ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ തെറ്റായ സമീപനങ്ങൾ മൂലം വിദ്യാഭ്യാസവും തൊഴിലും നിഷേധിക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ രാജ്യമാണ് ഈ രാജ്യം. 2-3 മാസക്കാലം മുമ്പ് പ്രയാഗരാജ് എന്ന് പേര് മാറ്റിയ അലഹബാദിൽ ഒരു കുംഭമേള നടന്നു. ആ കുംഭമേളയുടെ സംഘാടകർ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യമായിരുന്നു, ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളായിരുന്നു, ഉത്തർപ്രദേശിലെ സർക്കാരായിരുന്നു. എല്ലാത്തിനും ഉപരിയായി സംഘപരിവാരത്തിന്റെ എല്ലാ തരത്തിലും ഇടപെടലും ഉണ്ടായിരുന്നു. ആ കുംഭമേളയുടെ ഭാഗമായി വന്ന വാർത്തകളിൽ ഒരു പെൺകുട്ടിയുടെ പേരും അവളുടെ വീഡിയോയും അവളുടെ ഈ പ്രകടനങ്ങളും എല്ലാം വൈറലായി. ഏതാ പെൺകുട്ടിയുടെ പേര്? കുംഭമേളയിൽ നമ്മളെല്ലാം കണ്ടു പരിചയപ്പെട്ട പെൺകുട്ടിയുടെ പേരെന്താ എന്ന് പറഞ്ഞ്? എന്താ? മോണോലിസ. പറഞ്ഞു. മോണോലിസയെ നമ്മളെല്ലാം അറിയും. കുംഭമേളയ്ക്ക് പോകാത്തവരെല്ലാം മോണോലിസയെ പറ്റി അറിയും. കാരണം മോണോലിസ കുംഭമേളയിൽ വൈറലായി. എന്താ കുംഭമേളയിൽ മോണോലിസയും തമ്മിലുള്ള ബന്ധം? ആ കുംഭമേളയ്ക്ക് ആയിരക്കണക്കിന് രാജ്യത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വന്നു, നവമാധ്യമ പ്രവർത്തകർ വന്നു. അവർ ഈ പെൺകുട്ടിയെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു, അവരുടെ ക്യാമറ കണ്ണിൽ ഉടക്കി. അതിൽ സോഷ്യൽ മീഡിയയുടെ ഭാഗമായി പ്രവർത്തിച്ചു പറഞ്ഞു, എന്തു മനോഹരമായ കണ്ണുകളാണ് ഈ പെൺകുട്ടിക്ക്. അങ്ങനെ ആ പെൺകുട്ടി അങ്ങ് വൈറലായി. എന്താ പെൺകുട്ടി മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന നഗരപ്രാന്തത്തിൽ നിന്നും തന്റെ പിതാവിന്റെ കൂടെ കുംഭമേളയ്ക്ക് വരുന്ന സന്യാസിമാർ, വിശ്വാസികൾക്ക് ഈ രുദ്രാക്ഷമാല വിറ്റ് ഉപജീവന മാർഗം കഴിക്കാൻ വന്ന പെൺകുട്ടിയാണ്. 10-15 വയസ്സേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളുടെയൊക്കെ പ്രായമാണ്. ഈ 15കാരി പെൺകുട്ടി വന്നിട്ട് ഈ രുദ്രാക്ഷമാല തെരുവുകളിൽ ഇങ്ങനെ വിൽക്കുകയാണ്. കൂടെ പിതാവുമുണ്ട്. അങ്ങ് അകലെ ഇൻഡോർ എന്ന നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തിലെ കുടിലിലാണ് താമസിക്കുക. അപ്പം അവിചാരിതമായി ഇങ്ങനെ വൈറലായി മാധ്യമ പ്രവർത്തകർ പൊതിയുന്നു, വീഡിയോകളിൽ നിറയുന്നു, റീൽസുകൾ നിറയുന്നു, പെൺകുട്ടിയുടെ അഭിമുഖമെടുക്കുന്നു. അങ്ങനെ ഇവിടെ ഈ നാട്ടിലിരിക്കുന്ന നമ്മൾ പോലും മോണോലിസയെ പരിചയപ്പെടുന്നു. അവസാനം ഒരു മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായി വന്നപ്പോ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? ഏത് സ്കൂളിലാ പഠിക്കുന്നത്? മോണോലിസ അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി. 15 വയസ്സുള്ള രുദ്രാക്ഷമാല വിൽക്കാൻ വന്ന മോണോലിസ പിതാവിനോടൊപ്പം വന്ന സുന്ദരമായ കണ്ണുകൾക്കുടമയായിട്ടുള്ള എന്ത് നല്ല ഭംഗിയുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞ വാട്ടുപാട്ടുകൾക്കിടയിലാണ് ഈ ചോദ്യം, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആ പെൺകുട്ടിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. നിങ്ങളെല്ലാവരും കണ്ടതാണ്. എന്താ ഉത്തരമില്ലാത്തത്? സ്കൂളിൽ പോകുക എന്നൊരു രീതി അവരുടെ നാട്ടിലേ ഉണ്ടായിരുന്നില്ല. അതൊരു അസാധാരണമായ കാര്യമായിരുന്നു. ഒരു വൃത്തികെട്ട ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന പകപ്പോടുകൂടി ആ പെൺകുട്ടി പറഞ്ഞു, സ്കൂളിലോ? ഞാനോ? സ്കൂളിൽ പോയിട്ടേ ഇല്ല. സ്കൂളിൽ പോകുന്ന രീതി ഞങ്ങളുടെ നാട്ടിലില്ല. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് വരുന്ന പെൺകുട്ടികളുടെ പ്രതീകമായി കുംഭമേളയിൽ വൈറലായി മാറിയ മോണോലിസ എന്ന പെൺകുട്ടി മാറുകയാണ്. ഈ രാജ്യത്തിന്റെ സാമാന്യമായ അവസ്ഥയുടെ ആയിരുന്നു ഈ കുംഭമേളയിലെ പെൺകുട്ടി. കേരളത്തിന് പുറത്തുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് പ്രാപ്യമായ ഒരു കാര്യമായിരുന്നില്ല. സ്കൂളിൽ പോകാതിരിക്കുക എന്നത് സാധാരണമായ ഒരു കാര്യമാണ്. ഇനി ആരെങ്കിലും സ്കൂളിൽ പോയാലോ അതൊരു അസാധാരണമായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അങ്ങനെ വിദ്യാഭ്യാസം ഈ രാജ്യത്തെ സമ്പന്ന വർഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്തിയ 2025 ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇത് 100 വർഷക്കാലം മുമ്പത്തെ ചരിത്രമല്ല. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതിന് മുമ്പത്തെ ചരിത്രമല്ലല്ലോ. ഇത് 2025 കഥയാണ്. ഇത് ആധുനികതയിലേക്ക് മനുഷ്യൻ എത്തിപ്പെട്ടു എന്ന് നാം സ്വയം അഭിമാനിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ വർത്തമാനകാല ചിത്രമാണ്.
അവിടെയാണ് ഡിവൈഎഫ്ഐ ഈ രാജ്യത്തെ നട്ടയൗവനങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി തൊഴിൽ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുവരിക. ഈ രാജ്യത്തെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്കും വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുവാൻ ബാധ്യതപ്പെടുന്ന ഒരു ഗവൺമെന്റ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറുമ്പോഴാണ് 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഡിവൈഎഫ്ഐ പറയുന്നു, എവിടെ ഞങ്ങൾക്കുള്ള തൊഴിൽ? ഇത് ചോദിക്കുവാൻ ഒരു ഡിവൈഎഫ്ഐയേ ഉള്ളൂ. അത് സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ ഇന്ത്യയുടെ ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി ചോദിക്കുവാൻ ഒരേ ഒരു ഡിവൈഎഫ്ഐ മാത്രമാണുള്ളത്. എന്താ കാരണം? ഡിവൈഎഫ്ഐയുടെ പാരമ്പര്യം ആരംഭിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്നാണ്. ഡിവൈഎഫ്ഐ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ പൈതൃകം അവകാശപ്പെടുന്ന മഹായുവജന പ്രസ്ഥാനമാണ്. ആ ഡിവൈഎഫ്ഐ 1980 രൂപവൽക്കരിക്കുമ്പോൾ പഞ്ചാബിന്റെ ചുവന്ന മണ്ണിൽ ലുധിയാനയിൽ ഈ രാജ്യത്തിന്റെ സമര പോരാട്ടങ്ങൾക്ക് നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ പഞ്ചാബിന്റെ മണ്ണിൽ രൂപീകരിക്കുമ്പോൾ ആ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ഒരു സംഘടന ഭഗത് സിംഗ്, സാക്ഷാൽ ഈ രാജ്യത്തിന്റെ അഭിമാന പോരാട്ടത്തിന്റെ ഭാഗമായി രക്തസാക്ഷിത്വം വരിച്ച സാക്ഷാൽ ഭഗത് സിംഗ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഭാരത് നവജവാൻ സഭ എന്ന സംഘടന കൂടിയായിരുന്നു. ആ സംഘടന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഗതിവേദം പകരുന്ന തരത്തിൽ അത്യുജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സാക്ഷാൽ രക്തസാക്ഷി സഖാവ് ഭഗത് സിംഗിന്റെ പ്രസ്ഥാനമായിരുന്നു. ആ പ്രസ്ഥാനവും കൂടി ചേർന്ന് രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. അതുകൊണ്ട് അഭിമാനത്തോടു കൂടി ഡിവൈഎഫ്ഐയുടെ ഓരോ വേദിയിലും ഡിവൈഎഫ്ഐയുടെ സമര വോളണ്ടിയർമാർ, യുവജന സഖാക്കൾ പറയും, ഞങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ നേരവകാശികളാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു കേന്ദ്ര സർവീസിൽ ജോലി കിട്ടിയ ആരെങ്കിലും ഉണ്ടോ ഈ അടുത്തിടെയായി? കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ കേന്ദ്ര സർവീസിൽ റെയിൽവേയിൽ ജോലി കിട്ടിയ ഒരു ചെറുപ്പക്കാരൻ, കൊള്ളാം. കേന്ദ്ര ഡിപ്പാർട്ട്മെന്റുകൾ ജോലി കിട്ടിയ ഒരു ചെറുപ്പക്കാരനെ, ഒരു ചെറുപ്പക്കാരിയെ നിങ്ങൾക്കറിയുമോ? എനിക്കുറപ്പുണ്ട് നിങ്ങൾക്ക് ഒരാളുടെയും പേര് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ നിയമനം നടക്കുന്നില്ല. അപ്രഖ്യാപിത നിയമന നിരോധനം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന സർക്കാരിന്റെ പേര് നരേന്ദ്രമോദി സർക്കാർ എന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കഴിഞ്ഞ 2, 3, 4, 5 വർഷത്തിനിടയിൽ കേരള സർക്കാരിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ജോലി കിട്ടിയ ഒരു ചെറുപ്പക്കാരനെ, ഒരു ചെറുപ്പക്കാരി, ഒരു യുവാവിനെ, യുവതിയെ മെൻഷൻ ചെയ്യാൻ, പേര് പറയാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചാൽ എനിക്കുറപ്പുണ്ട് പറയാൻ കഴിയും. 2,93,000 യുവതി യുവാക്കളിൽ 1-2 പേർ നമ്മുടെ വീടിനടുത്തുള്ളവരാകാം. അതാണ് ഈ നാട്ടിൽ ബദൽ നയമുണ്ടാക്കുകയാണ്. ഒരു വശത്ത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസം എന്ന അവകാശം നിഷേധിക്കുന്ന, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ അവകാശം നിഷേധിക്കുന്ന ഒരു സർക്കാർ, മറുവശത്ത് ഈ രാജ്യത്തൊരു ബദലായി തെറ്റായ സമീപനങ്ങൾക്കെതിരെ, കോർപ്പറേറ്റ് അനുകൂല സമീപനങ്ങൾക്കെതിരെ, അദാനിയെയും അംബാനിയെയും പരിപോഷിപ്പിക്കുന്ന സമീപനങ്ങൾക്കെതിരെ സാധാരണക്കാർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന സർക്കാർ. മോഡി അധികാരത്തിൽ വന്നപ്പോൾ ഒരു പുതിയ കമ്പനി വന്നു. നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ ഉണ്ടാവും. 2017 പുതിയ ഒരു കമ്പനി വന്നു. 2014 മോദി പ്രധാനമന്ത്രിയായി. 3 വർഷം കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തെ ടെലികോം മേഖലയെ തകർത്തൊരു പുതിയ കമ്പനി വരികയാണ്. ഏതാണ് ആ കമ്പനി? ആ കമ്പനിയുടെ പേര് ജിയോ മൊബൈൽ എന്നാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ 2017 ആഗസ്റ്റ് മാസത്തിൽ, അന്ന് വരെ അങ്ങനെ ഒരു കമ്പനി ഇല്ല. റിലയൻസ് ഉണ്ട്, ജിയോ മൊബൈൽ ഇല്ല. അന്ന് വരെ ഏതാ മൊബൈൽ കമ്പനി? BSNL ഉണ്ട്. രാജ്യത്തെ ഭൂരിപക്ഷം കണക്ഷനും BSNL ആണ്. കണക്ടിംഗ് ഇന്ത്യ ആണ്. പിന്നീട് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി എയർടെൽ വന്നു. പിന്നെയോ ഐഡിയ വന്നു, വോഡഫോൺ വന്നു. ഇതെല്ലാം തകർത്തു തരിപ്പണമാക്കി BSNLനെയും മറ്റു സ്വകാര്യ കമ്പനികളെയും എല്ലാം വിഴുങ്ങി 2017 ആഗസ്റ്റ് മാസത്തിൽ ലോകത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു സ്വകാര്യ കമ്പനിയുടെ ഉൽപ്പന്നത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി, അതിന്റെ ബ്രാൻഡ് അംബാസഡർ പദവിയിൽ ഒരു പ്രധാനമന്ത്രി വരികയാണ്. ഒരു സ്വകാര്യ കമ്പനിയുടെ ഉൽപ്പന്നമാണ് ജിയോ മൊബൈൽ. ആ ജിയോ മൊബൈലിന്റെ മുടക്കുമുതൽ 1.5 ലക്ഷം കോടി രൂപയായിരുന്നു. ആ 1.5 ലക്ഷം കോടി രൂപ അദാനി മുതലാളി, അംബാനി മുതലാളി മുടക്കിയതല്ല കേട്ടോ, നമ്മൾ അറിയണം. ഈ രാജ്യത്തെ 6 പൊതുമേഖലാ ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കി. ഒരു ബാങ്കിന് ഒറ്റയ്ക്ക് കൊടുക്കാനുള്ള ആസ്തിയില്ല. അതുകൊണ്ട് 6 ബാങ്കുകളെ കൂട്ടിക്കെട്ടി. ആര് കെട്ടി?
ഇന്ത്യയുടെ ഭരണാധികാരികൾ കൂട്ടിക്കെട്ടി. ആ 6 ബാങ്കുകൾ ചേർന്ന് 1.5 ലക്ഷം കോടി രൂപ അംബാനിക്ക് വായ്പയായി നൽകുമ്പോൾ പുതിയ മൊബൈൽ കമ്പനി വരുന്നു, ജിയോ മൊബൈൽ. ജിയോ മൊബൈൽ വന്നപ്പോൾ BSNL വീണു, എയർടെൽ വീണു, വോഡഫോൺ വീണു, ഐഡിയ വീണു. ഐഡിയയും വോഡഫോണും തമ്മിൽ കല്യാണം കഴിച്ചു. ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവരെല്ലാം യോജിക്കേണ്ടി വന്നു. ജിയോ മൊബൈലിന്റെ കീഴടങ്ങേണ്ടി വന്നു. ഈ രാജ്യത്തെ ടെലികോം മേഖലയിലെ 90% കൈവശപ്പെടുത്തുവാൻ കഴിയുന്ന കമ്പനിയായി ജിയോ മൊബൈൽ കമ്പനി വന്നു. ഇത് മൊബൈൽ രംഗത്ത് മാത്രമല്ല, മാധ്യമ രംഗത്ത് നിങ്ങൾ നോക്കൂ. 72 ചാനൽ അംബാനി കുടുംബത്തിനുണ്ട്. 72 ചാനലുകൾ. ഇവിടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമയാരാണ്? ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമ BJPയുടെ നേതാവാണ്. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു വ്യവസായി BJPയുടെ പ്രസിഡന്റ് ആവുന്നു. അതിനു മുമ്പ് അദ്ദേഹം ഒരു ചാനൽ വാങ്ങുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്തെ 72 ചാനലുകൾ അംബാനി കുടുംബത്തിന്റേതാണ്. ആ അംബാനി കുടുംബത്തിന്റെ NDTV അടക്കമുള്ള ഈ രാജ്യത്തെ 90% മനുഷ്യർ TV കാണുന്ന എല്ലാ ചാനലുകളും അംബാനിയുടേതാണ്. ഈ രാജ്യത്തെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യൻ ഏതു TV ചാനൽ സെലക്ട് ചെയ്താലും അതിൽ 90% അംബാനി കുടുംബത്തിന്റേതാണ്. 72 ചാനലാണ് അവരുടേത്. നമ്മൾ ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് മാറ്റിയ അതും അംബാനിയുടേതാണ്. അംബാനിയുടെ പ്രത്യേകത എന്താണ്? ഈ കോർപ്പറേറ്റ് അനുകൂല സമീപനം സ്വീകരിക്കുന്ന ഈ രാജ്യത്തിന്റെ പൊതുമേഖലയെ തകർത്ത് അതിന്റെ സ്വത്തുക്കൾ അംബാനിക്ക് തീരെഴുതുന്ന ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളെ പിന്തുണയ്ക്കുന്ന ചാനലുകളാണ് ഈ രാജ്യത്തെ 72 പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകൾ. ആ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നമ്മൾ സ്കിപ്പ് ചെയ്താൽ, ചാനലുകൾ മാറ്റിയാൽ BJPയെ അനുകൂലിക്കുന്ന ചാനലുകളുടെ പെരുമഴക്കാലത്ത് ജീവിക്കുകയാണ് നമ്മൾ. മാധ്യമരംഗത്ത് കോർപ്പറേറ്റുകളുടെ പിടിമുറുക്കലാണ്. ഈ തെറ്റായ സമീപനങ്ങൾക്കെതിരെയാണ് പോരാട്ടം. വിദ്യാഭ്യാസത്തിനും തൊഴിലിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയാണ് പോരാട്ടം. തെറ്റായ സമീപനങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ കടുക്കുമ്പോൾ ഇവരെന്തു ചെയ്യും? വർഗീയ ധ്രുവീകരണങ്ങൾ സംഘടിപ്പിക്കും. അപ്പോ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ, ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ, വിശ്വാസ പ്രമാണങ്ങളുടെ പേരിൽ വർഗീയമായി ആളുകളെ ഭിന്നിപ്പിച്ച് ആക്രമണങ്ങൾ സംഘടിപ്പിച്ച് ഈ രാജ്യത്ത് അസ്വസ്ഥതയുടെ മാലകൾ വിതറുന്ന തരത്തിൽ അസ്വസ്ഥതയുടെ വിഷവിത്തുക്കൾ സന്നിവേശിപ്പിക്കുന്ന ആസൂത്രിതമായ വർഗീയതയുടെ പ്രയോക്താക്കളായി സംഘപരിവാരം മാറുമ്പോൾ അതിനുള്ള എല്ലാ ഒത്താശകളും ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ ഭരണകൂട നെറികേടുകൾക്കെതിരെയാണ് ആഗസ്റ്റ് 15 പടയൊരുക്കം, DYFIയുടെ സമരകേന്ദ്രങ്ങൾ. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള മഹാപോരാട്ടത്തിന്റെ ഭാഗമാണ്. ആ പോരാട്ടത്തിന്റെ പൈതൃകം അവകാശപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിൽ കൂടെ നടപ്പുണ്ട്. കോൺഗ്രസ് അവർ പറയുന്നു, ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം അവകാശപ്പെടുന്ന ആളുകൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനകീയമായ പ്രവർത്തനങ്ങളെ ഏത് അക്രമം മൂലവും ഏത് തെറ്റായ പ്രചരണങ്ങൾ മൂലവും തകർക്കുവാൻ ശ്രമിക്കുന്നവർ, അവരുടെ ചരിത്രം കൂടി നാം മനസ്സിലാക്കണം. അവരുടെ ചരിത്രം ഈ രാജ്യത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കുവാൻ ശ്രമിച്ച ചരിത്രം കൂടിയാണ്. അടിയന്തരാവസ്ഥയുടെ 50 വർഷത്തിന്റെ വാർഷികാചരണങ്ങൾ നാം സംഘടിപ്പിക്കുമ്പോൾ ആ അടിയന്തരാവസ്ഥയ്ക്ക് നേതൃത്വം നൽകിയ ഈ രാജ്യത്തെ 200 വർഷത്തിലധികം നീണ്ടുപോയ വൈദേശികാധിപത്യത്തെ ചെറുത്തുനിൽപ്പിലൂടെ, പോരാട്ടത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ ഇന്ത്യൻ ജനതയെ ഒന്നടങ്കം തടവറയിൽ പെടുത്തുന്ന സമീപനത്തിന്റെ ഭാഗമായി 1975 ജൂൺ മാസം 25-ാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഈ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയായിരുന്നു. അതിന്റെ നേതാവായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ആ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ ഇരയായിരുന്നു പ്രിയപ്പെട്ട VS അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. 1923 ജനിച്ച് 102ാമത്തെ വയസ്സിൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ ഏറ്റവും മഹാനുഭാവനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പുലരിയിൽ ജയിലിലായിരുന്നു. പ്രിയപ്പെട്ട സഖാവ് VS രാജ്യത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടപ്പോ കേരളത്തിനകത്ത് തടവറയിലായിരുന്നു. പ്രിയപ്പെട്ട സഖാവ് AKG ജയിലിലായിരുന്നു. 1936 മുതൽ 12 വർഷക്കാലം ജയിലിൽ കിടന്ന കമ്മ്യൂണിസ്റ്റ് പോരാളിയുടെ പേരാണ് സഖാവ് AKG. 1964 CPIM രൂപീകരിക്കുമ്പോൾ 9 പേരടങ്ങുന്ന പൊളിറ്റ് ബ്യൂറോ രൂപീകരിക്കപ്പെട്ടു. ആദ്യത്തെ CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അത് സഖാവ് BTR പോലെ, ബസവപിണ്ണയെ പോലെ,
സുന്ദരയ്യെ പോലെ, പി രാമമൂർത്തിയെ പോലെ, EMS-നെ പോലെ, ഹർകിഷൻ സിംഗ് സുർജിത്തിനെ പോലെ, പ്രമോദ് ദാസ് ഗുപ്തയെ പോലെ, ജ്യോതി ബസുവിനെ പോലെയുള്ള നേതാക്കന്മാർ 9 പേർ. ആ 9 പേർക്കും ഒരു ചരിത്രമുണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി വ്യത്യസ്ത കാലയളവിൽ ജയിലിൽ കിടന്നവരായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കാലയളവിൽ ജയിൽവാസം അനുഭവിച്ച നേതാവിന്റെ പേര് AKG എന്ന 3 അക്ഷരമായിരുന്നു. 12.5 വർഷം. ആ 12.5 വർഷം ജയിൽവാസം അനുഭവിച്ച ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് മിഴി തുറക്കുമ്പോഴും ജയിലിൽ കിടക്കേണ്ടി വന്ന മഹാനുഭാവനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു AKG. അതേപോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു പുന്നപ്ര വയലാറിന്റെ സമരനായകനായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് VS. അങ്ങനെ AKG മുതൽ VS വരെയുള്ള അടിയന്തരാവസ്ഥക്കാലത്ത് ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ, ചെറുത്തുനിൽപ്പിലൂടെ ഈ രാജ്യത്തെ നിരവധി കമ്മ്യൂണിസ്റ്റുകൾ ജയിലിലാക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ ഭരണാധികാരത്തിന്റെ സർവ്വസാധ്യതയും ഉപയോഗിച്ചുകൊണ്ട് അർമാദിച്ച അധികാരത്തെ ഏറ്റവും ഭീകരമായ രീതിയിൽ ദുരുപയോഗിച്ച നേതാവിന്റെ പേര് സഞ്ജയ് ഗാന്ധി എന്നായിരുന്നു. അയാൾ ഇന്ത്യയുടെ പാർലമെന്റ് മെമ്പർ ആയിരുന്നില്ല. അയാൾ ഇന്ത്യയുടെ ഭരണനിർവഹണത്തിന്റെ ഏതെങ്കിലും ഭാഗമായിട്ടുള്ള ആളായിരുന്നില്ല. അയാൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ആ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പുത്രനായുള്ള സഞ്ജയ് 2024 ജൂൺ മാസം 30-ാം തീയതി ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ നോവായി മാറിയ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ആയിരക്കണക്കിന് മനുഷ്യരെ നിസ്സഹായരാക്കിയ, നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനോപാധികൾ നഷ്ടപ്പെടുത്തിയ, നൂറുകണക്കിന് മനുഷ്യരുടെ ഭവനരഹിതരാക്കിയ ആ ജൂൺ മാസം 30-ന്റെ പ്രകൃതി ദുരന്തത്തിൽ പെട്ടുപോയ മനുഷ്യരെ സംരക്ഷിക്കുവാൻ കേരളത്തിലെമ്പാടുമുള്ള DYFIയുടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ നാട്ടിലിറങ്ങി ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കൾ ശേഖരിച്ച്, കൂലിപ്പണി ചെയ്ത്, ചെറിയ കച്ചവടങ്ങൾ ചെയ്ത്, ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ച് 20 കോടി രൂപ കേരളത്തിന്റെ പുനരധിവാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത മഹാപ്രസ്ഥാനം DYFI. അതിന്റെ സ്ഥാനത്ത് 30 ലക്ഷത്തിന്റെ വീട് പണിയുമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ സമാഹരിച്ച് അത് വാങ്ങി പുട്ടടിച്ച പ്രസിഡന്റുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ സകല മനുഷ്യരും പറയും അത് യൂത്ത് കോൺഗ്രസ്. അതാണ് യൂത്ത് കോൺഗ്രസും DYFI തമ്മിലുള്ള വ്യത്യാസം. പാവപ്പെട്ട മനുഷ്യർ നിസ്സഹായരായി പോകുന്ന വേളയിൽ പ്രകൃതി ദുരന്തങ്ങളെ പോലും അഴിമതിക്കുള്ള വേദിയാക്കി മാറ്റിയ യൂത്ത് കോൺഗ്രസിനെ പോലെയുള്ള, യൂത്ത് ലീഗിനെ പോലെയുള്ള വലതുപക്ഷ രാഷ്ട്രീയ സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായ കൃത്യമായ നിലപാടുകൾ മുന്നോട്ട് വെച്ച് ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന യുവജനങ്ങളുടെ തൊഴിലെന്ന അവകാശത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസം എന്ന അവകാശത്തിന് വേണ്ടി, സർവോപരി ഇന്ത്യ എന്ന മഹാസങ്കല്പത്തെ, ആ ജനാധിപത്യ സങ്കല്പത്തെ, ആ മതനിരപേക്ഷ സങ്കല്പത്തെ, ആ സാഹോദര്യ സങ്കല്പത്തെ നിലനിർത്തുവാനുള്ള മഹാപോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് DYFI ഈ പോരാട്ടത്തിന്റെ നക്ഷത്രാങ്കിലെ ശുഭ്രപതാകയുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പോരാട്ടങ്ങൾ, നാം വിളിക്കുന്ന മുദ്രാവാക്യം പോലെ പോരാട്ടങ്ങൾ നിലയ്ക്കുകയില്ല, ആ പോരാട്ടങ്ങൾ ഒടുങ്ങുകയില്ല. മറിച്ച് ഈ രാജ്യത്തിനെ സംരക്ഷിക്കുവാൻ കഴിയുന്ന, ഈ രാജ്യത്തിന്റെ ഗതകാല പോരാട്ടത്തിന്റെ പെരുമകളെ സംരക്ഷിക്കുവാൻ കഴിയുന്ന, ഈ നാടിന്റെ അഖണ്ഡതയും സാഹോദര്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കുവാനുള്ള മഹാപോരാട്ടവുമായി DYFI എന്ന മഹായോധന പ്രസ്ഥാനം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നതിന്റെ പ്രഖ്യാപനത്തിന്റെ വീണ്ടെടുപ്പുകളായി DYFIയുടെ ഓരോ സമരസംഗമങ്ങളും മാറുമ്പോൾ ആ സമരസംഗമത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ DYFIയുടെ ഉശിരന്മാരായ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു മുൻകാല DYFIയുടെ പ്രവർത്തകർ എന്ന നിലയിലുള്ള സന്തോഷവും അഭിമാനവും പങ്കുവെച്ചുകൊണ്ട് ഈ സമരസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അഭിവാദ്യം. സഖാക്കളെ, അടുത്തതായി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമുക്കറിയാം, നമ്മുടെ കൂത്തുപറമ്പിലെ ജീവിച്ചിരുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പിനെ സംബന്ധിച്ചുകൊണ്ട് ഉള്ള ഒരു പുസ്തകം ഭാനുപ്രകാശ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതുകയുണ്ടായി. അത് നമ്മുടെ യുവതാരയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ അതിന്റെ കവർ പേജിന്റെ പ്രകാശനം സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ DYFI മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന നമ്മുടെ ഉദ്ഘാടകൻ സഖാവ് K രാജേഷ്, DYFI ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് പാർവതി രഞ്ജന് കവർ പേജ് നൽകിക്കൊണ്ട് ആ പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി രണ്ടുപേരെയും ക്ഷണിച്ചുകൊള്ളു.
ഈ യോഗത്തിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി DYFയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗം സഖാവ് പ്രവീണെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, DYFയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ സമരസംഗമത്തിന് അധ്യക്ഷത വഹിച്ച DYFയുടെ ബ്ലോക്ക് പ്രസിഡന്റ് സഖാവ് സിജിത്ത് കുന്നുപള്ളിക്ക് യോഗത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച DYFയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും CPMന്റെ ജില്ലാ സെക്രട്ടറി മെമ്പറുമായിട്ടുള്ള സഖാവ് K രാജേഷിന് യോഗത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. യോഗത്തിൽ പങ്കെടുത്ത CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് സജേഷ് സംഗപ്പന് യോഗത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. യോഗത്തിൽ പങ്കെടുത്ത CPMന്റെ പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ജോൺ ബേബിക്ക് യോഗത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. യോഗത്തിൽ പങ്കെടുത്ത DYFയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് പാർവതി രഞ്ജൻ യോഗത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഈ യോഗത്തിൽ പങ്കെടുത്ത വിവിധ മേഖലാ കമ്മിറ്റികളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള DYFയുടെ സഖാക്കൾ, മറ്റ് വർഗബഹുജന സംഘടനകളുടെ പ്രവർത്തകർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. യോഗം അവസാനിച്ചിരിക്കുന്നു. Yeah.